നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ രൂപമാറ്റം വന്ന കാശ്മീർ ഏത് പക്ഷത്തോടായിരിക്കും ചേരുക? സംസ്ഥാന രൂപീകരണ സമയത്ത് ആരായിരിക്കും ഭരണ നേതൃത്വം വഹിക്കുക എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നതും. 10 വർഷത്തിന് ശേഷം കശ്മീർ താഴ്വര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാകുന്നത് ഭരണഘടനാ ചട്ടക്കൂടിൽ വന്ന മാറ്റം കൊണ്ട് തന്നെയാണ്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ മുൻനിരയിലുള്ള നാഷണൽ കോൺഫറൻസിനും PDPക്കും ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നതും ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെയാണ്. നാഷണൽ കോൺഫറൻസിനാണെങ്കിലും PDP ആണെങ്കിലും പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അനുച്ഛേദം 370 മുഴുവനായും പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യത്തിന് പിന്നാലെ അവരില്ല ഇപ്പോൾ. എന്നാൽ സംസ്ഥാന പദവി തിരിച്ചു കിട്ടണമെന്ന ആവശ്യത്തിൽ നിന്ന് മാറിയിട്ടുമില്ല. ഒപ്പം തൊഴിലില്ലായ്മ, ഭൂ ഉടമസ്ഥത പ്രശ്നങ്ങൾ, ഉയർന്ന നികുതി തുടങ്ങി ജനങ്ങളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ കൂടി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വെക്കുന്നുമുണ്ട്. നിലവിൽ 90 നിയമസഭാ സീറ്റുകളാണ് ജമ്മു കാശ്മീരിലുള്ളത്. 43 എണ്ണം ജമ്മുവിലും 47 എണ്ണം കാശ്മീരിലും. നാഷണൽ കോൺഫറൻസ് 51 സീറ്റുകളിലും കോൺഗ്രസ് 32 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. 5 സീറ്റുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരവും നടക്കുന്നുണ്ട്. പാന്തേസ് പാർട്ടിക്കും CPMനും ഓരോ സീറ്റ് വീതവും സഖ്യം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 18 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന 2 പൊതു റാലികളോടെ കോൺഗ്രസ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നത്. കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി. പ്രത്യേകിച്ച് ജമ്മുവിൽ സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സീറ്റ് വിഭജന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. 51 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും 32 എണ്ണത്തിൽ കോൺഗ്രസും മത്സരിക്കുമെന്ന ധാരണയിലെത്തുന്നത് അങ്ങനെയാണ്. ജമ്മുവിൽ സഖ്യം ഇരു പാർട്ടികൾക്കും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ. ശക്തരായ BJPയെ നേരിടുക എന്ന ദൗത്യം ഇപ്പോൾ നാഷണൽ കോൺഫറൻസിൽ നിക്ഷിപ്തമാണെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അനുച്ഛേദം 370 റദ്ദാക്കിയത് ശരിയായ തീരുമാനമായിരുന്നുവെന്നും കാശ്മീരിനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനായെന്നും തെളിയിക്കുകയാണ് BJPയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിൽ നിന്ന് വ്യത്യസ്തമായി ജമ്മുവിനെ മാത്രമല്ല കാശ്മീരിനെ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് BJP. എന്നാൽ ഓഗസ്റ്റ് 26-ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പിൻവലിക്കേണ്ടി വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാകുമോ എന്നും നേതൃത്വം ഭയക്കുന്നുണ്ട്. 44 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയതിന് പിന്നാലെ പിൻവലിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്രൻ റൈന, മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകൾ പുറത്തു വന്ന പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. നാഷണൽ കോൺഫറൻസിൽ നിന്നടക്കം കൂറുമാറി വന്നവരാണ് പട്ടികയിലെന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 46% വോട്ട് വിഹിതം 2024 എത്തുമ്പോൾ 24.4% കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യം BJPയെ ചെറുതായിട്ടൊന്നുമല്ല അലട്ടുന്നതും. ഇത്തരത്തിൽ പാളിപ്പോയ ആയുധങ്ങൾ മിനുക്കാനും വോട്ടർമാർക്കിടയിലെ അതൃപ്തി മറികടക്കാനും കേന്ദ്ര സർക്കാർ ഒരു മുഴം മുന്നേ എറിഞ്ഞിരുന്നു. മണ്ഡല പുനർനിർണയത്തിലൂടെ പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ 6 പുതിയ മണ്ഡലങ്ങൾ രൂപീകരിച്ചു. കാശ്മീരി പണ്ഡിറ്റുകൾക്കും പഹാരി ഭണ്ഡാരി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തി. 15 ജാതികളെ പുതുതായി പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തി. ജമ്മുവിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം താമസിക്കുന്നവർക്ക് ജോലിയിൽ സംവരണം, പാക് അധീന കാശ്മീരിൽ നിന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് പൗരത്വം തുടങ്ങിയ നിർണായക ഇടപെടലുകളും കേന്ദ്രം നടത്തിയത് ഇലക്ഷന്റെ വാൾമുനകൾക്ക് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. കാശ്മീർ നിയമസഭയിലേക്ക് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന 5 പേരിൽ ഒരാൾ പാക് അധീന കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ നിന്നാകുമെന്ന വാഗ്ദാനവും നൽകിക്കഴിഞ്ഞു. ആദ്യം ഒന്ന് അടിപതറിയതിന്റെ വെളിച്ചത്തിൽ ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കുകയാണ് BJP. ഈ സമയത്ത് എവിടെ നിൽക്കണം, എങ്ങനെ ഇടപെടണം എന്ന വ്യക്തമായ ചിത്രമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് PDP. പ്രാദേശിക പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ജമ്മു കാശ്മീരിൽ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാകൂ എന്നത് വ്യക്തമാണ്. നാഷണൽ കോൺഫറൻസിനും PDPക്കും അപ്പുറം ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി, CPM തുടങ്ങിയവയുടെയും എല്ലാ സ്വാധീനവും അതിന് നിർണായകമാകും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ ചിത്രത്തോടെ CPM
കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികൾ ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതും. തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ശേഷം കാശ്മീർ ആർക്കൊപ്പം ചേരുമെന്ന് കാത്തിരുന്നറിയാം.